പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻസേർട്ട് ടാബിലെ ഹെഡ്, ഫൂട്ട്, പേജ് നമ്പർ എന്നീ ഫംഗ്ഷനുകളെ കുറിച്ച് പഠിക്കാം. അതിനായി ആദ്യം ഒരു റാൻഡം ടെക്സ്റ്റ് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും ടൈപ്പ് ചെയ്യേണ്ട കാര്യം വരികയില്ല. റാൻഡം ടെക്സ്റ്റ് എടുക്കാനായി ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്യുക, പിന്നീട് റാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ റാൻഡമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കിട്ടി. നമുക്ക് ഡോക്യുമെൻ്റ് ഇത്രയും അതുകൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ കമാൻഡ്സൊക്കെ നോക്കാം. നമ്മൾ ചില ബുക്കുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പേജുകളിലും ടോപ്പ് പോർഷനിൽ സെയിം കാര്യം തന്നെ ആവർത്തിച്ച് എല്ലാ പേജുകളിലും പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഈസി മെത്തേഡാണ് ഹെഡറായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫൂട്ടറായിട്ടും ഒരേ കാര്യം തന്നെ, അല്ല ഒന്നുകിൽ പേജ് നമ്പർ തന്നെ 1, 2, 3 എന്ന് അങ്ങനെ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗോയോ ഒക്കെ എല്ലാ പേജസിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് ഹെഡറും ഫൂട്ടറും യൂസ് ചെയ്യുന്നത്. പേജ് നമ്പർ നമ്മൾ ഓരോ പേജസിനും പേജിൽ നമ്പർ പല സ്റ്റൈൽസിലും കൊടുക്കാനായിട്ട് പേജ് നമ്പർ എന്നുള്ള കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഹെഡറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് മാർജിനാണ്. അതുപോലെ തന്നെ ഫൂട്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടം മാർജിനുമാണ്. ഒരു ഡോക്യുമെൻറ്റിന് ഈ 4 സൈഡ്സിലും മാർജിനുണ്ട്. ആ മാർജിൻ കറക്റ്റായിട്ട് കാണണമെങ്കിൽ വ്യൂ ടാബിൽ പോയി റൂളറിൻ്റെ ഈ ബോക്സിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് റൂളർ ലഭിക്കും, ഈ സൈഡും ഈ സൈഡും. ഈ റൂളറിൻ്റെ ഈ ഒരു മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്ന പോർഷനാണ് ലെഫ്റ്റ് മാർജിൻ. അതുപോലെ തന്നെ ഈ പോർഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് കാണുന്നത് ഈ ഡോക്യുമെൻറ്റിൻ്റെ റൈറ്റ് മാർജിനാണ്. ടോപ്പ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാഗം റൂളറിൽ ഈ ടോപ്പ് പോർഷൻ ഇവിടം വരെ അല്പം ഡാർക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്തിന് നേരെ വരുന്നതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് ടോപ്പ് മാർജിൻ. അതുപോലെ തന്നെ ബോട്ടം മാർജിനും ഈ റൂളറിൻ്റെ ഇവിടുന്ന് താഴോട്ട് അല്പം മങ്ങിയിട്ടാണ് കളർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലെവലിന് നേരെ വന്നിട്ട് താഴോട്ട് വരുന്ന ഈ ഭാഗം, അതായത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കാണുന്ന അത്രയും ഭാഗമാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ നീളത്തിൽ ഇങ്ങ് വരെ ഫൂട്ടറിൻ്റെ ഭാഗം. ഹെഡറിൻ്റെ ഭാഗത്ത് ഒന്ന് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹെഡറും ഓപ്പൺ ആകും, താഴെ ഫൂട്ടറും ഓപ്പൺ ആകും. അതുപോലെ തന്നെ ഫൂട്ടറിലേക്ക് വരാൻ ഉദ്ദേശം ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് മൗസ് പോയിന്റർ കൊണ്ടുവന്ന ശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതോടൊപ്പം തന്നെ ഹെഡറും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡറും ഫൂട്ടറും ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതല്ലെങ്കിൽ ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്ത് ഹെഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിലേതെങ്കിലും ഒരു സ്റ്റൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോഴും ഹെഡറും ഫൂട്ടറും ഓപ്പൺ ആകും. ഹെഡറും ഫൂട്ടറും ക്ലോസ് ചെയ്യാനായി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ. അതല്ലെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഹെഡറിൻ്റെ ഭാഗത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഫൂട്ടറിൻ്റെ ഭാഗത്തേക്ക് പോകാനോ അവിടേക്ക് മൗസ് പോയിന്റർ കൊണ്ടുപോവുക, പിന്നീട് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഫൂട്ടറിൻ്റെ ആദ്യത്തെ സ്റ്റൈലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്തും താഴോട്ടുള്ള എല്ലാ പേജുകളിലും ഹെഡറായിട്ട് വരും. ഇതിപ്പോൾ ഒരു പേജേ ഉള്ളൂ. നമ്മൾ ടൈപ്പ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടുത്ത പേജ് ഓപ്പൺ ആകും. അങ്ങനെ ഓപ്പൺ ആകുമ്പോഴും നമ്മൾ വീണ്ടും ഈ ഹെഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, അത് താനേ വന്നോളൂ. അത് മനസ്സിലാക്കാനായി നമുക്ക് കുറച്ച് കൂടുതൽ പേജസ് വേണം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇനി വീണ്ടും ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട. നമ്മൾ ജസ്റ്റ് ഹെഡറും ഫൂട്ടറും ക്ലോസ് ചെയ്ത് ഈ ഡോക്യുമെൻറ്റിലേക്ക് വന്നിട്ട് ഈ ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, പിന്നീട് കോപ്പി ചെയ്യുക. അതിനുശേഷം താഴേക്ക് ഇവിടെ വന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അടുത്ത പേജിലേക്ക് വന്നപ്പോൾ മുകളിൽ കൊടുത്ത ആ ഹെഡർ അതുപോലെ തന്നെ അടുത്ത പേജിലേക്കും വന്നു. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതല്ല. ഇപ്പോൾ ഈ ഹെഡർ ഇവിടെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഹെഡറിന് ഡിലീറ്റ് ചെയ്യുകയാണ്. താഴെ വരുമ്പോൾ ആ ഹെഡറും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റ് പേജിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകാനാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം ഹോം കീ പ്രസ് ചെയ്യുക. ഹെഡറും ഫൂട്ടറും ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ടാബും ഓപ്പണായി അതിൻ്റെ റിബണും താഴെ വന്നു. ഈ റിബണിൽ ഈ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് ഇൻസേർട്ട് ടാബിൽ കണ്ട അതേ ഗ്രൂപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലെ കമാൻഡ്സ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാം.
പിന്നീട് ഇങ്ങോട്ട് വേറെയും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ധാരാളം കമാൻഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഹെഡർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റൈല് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം ഹെഡറായിട്ട്. താഴോട്ട് വരുമ്പോൾ എല്ലാ പേജസിലും ആ ഹെഡർ വന്നിരിക്കുന്നത് കാണാം. നമുക്ക് വ്യൂ ടാബിൽ പോയിട്ട് മൾട്ടിപ്പിൾ പേജസ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ പേജസ് ഒന്നിച്ച് വ്യൂ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന ആ ഹെഡറിൻ്റെ ഫൂട്ടറിൻ്റെ റിബൺ കിട്ടാനായി ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള ടാബിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. സൂം ലെവൽ നമുക്ക് അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഹെഡറായിട്ട് നമുക്ക് അടുത്ത സ്റ്റൈല് സെലക്ട് ചെയ്യാം. ഇതൊരു 3 കോളം സ്റ്റൈലാണ്. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതെല്ലാം അടുത്ത പേജസിലും അതുപോലെ തന്നെ ഹെഡറായിട്ട് വരും. എല്ലാ പേജസിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ താഴോട്ട് വേറെയും ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യം പോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫൂട്ടർ സെലക്ട് ചെയ്ത് നോക്കാം. ഫൂട്ടറിലും സെയിം ഓപ്ഷൻസ് ആണ് വരുന്നത്. ഫൂട്ടർ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആദ്യത്തെ പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് തന്നെ എല്ലാ പേജസിലും ടൈപ്പായി വന്നിട്ടുണ്ട്. ഫൂട്ടറിനും ഇതേപോലെ താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ അസൈൻമെൻറ്റ് മറ്റും ചെയ്യുമ്പോൾ ഇതിന് ഒരു പേജ് ബോർഡർ കിട്ടണമെങ്കിൽ അതിൻ്റെയും സ്റ്റൈൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പേജ് ബോർഡർ കിട്ടും. ടൈറ്റിൽ നമുക്കിവിടെ കൊടുക്കാം. ഫൂട്ടറിലും ഇതേ ഓപ്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പേജ് നമ്പറും വരും, പേജ് ബോർഡറും വരും. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഹെഡറും ഫൂട്ടറും എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിന് ആദ്യം നമുക്ക് സാമ്പിളായിട്ട് ഒരെണ്ണം ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഹെഡറിനെ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. പിന്നീട് ഞാനിതങ്ങ് ക്ലോസ് ചെയ്തു, ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഹെഡറിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി ഇവിടെ ഹെഡറിൻ്റെ ഭാഗത്ത് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കേഴ്സർ വരും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം കാര്യം എല്ലാ പേജസിലും എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫൂട്ടർ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇവിടെയും ഇതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡർ സെലക്ട് ചെയ്ത് താഴെ എഡിറ്റ് ഹെഡർ കൊടുത്താലും നേരത്തെ വന്നതുപോലെ ഇവിടെ കേഴ്സർ വന്നു. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഫൂട്ടറിന് നമുക്ക് ചെയ്യാം. അതുപോലെ ഹെഡറും ഫൂട്ടറും നമുക്ക് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനായി മൗസ് പോയിൻ്റർ ഈ ഹെഡറിൻ്റെ ഭാഗത്ത്, ഫൂട്ടർ ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫൂട്ടറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഹെഡറും ഫൂട്ടറും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിനും ഞാനിവിടെ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഹെഡറിൽ റിമൂവ് ഹെഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ഫൂട്ടറാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ഫൂട്ടറിലും റിമൂവ് ഫൂട്ടർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹെഡറാണ്, നമുക്ക് റിമൂവ് ഹെഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഹെഡർ റിമൂവ് ചെയ്യാം. പക്ഷേ എളുപ്പം ഇവിടെ ഒന്ന് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഇപ്പോൾ താഴെയുള്ള പേജസിലും എല്ലാം ഉള്ള ഹെഡർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെട്ടു. ഇനി അടുത്തതായി പേജ് നമ്പർ എന്നുള്ള ഓപ്ഷനാണ്. ആദ്യത്തേത് ടോപ്പ് ഓഫ് പേജ് ആണ്. ടോപ്പ് ഓഫ് പേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് പേജിൽ ഇങ്ങനെ ഈ രീതിയിൽ 1 2 3 എന്ന് വരും. താഴോട്ടുള്ള പേജസിലൊക്കെ അങ്ങനെ വരും. ഇനി അടുത്ത സ്റ്റൈല് ബോട്ടം ഓഫ് പേജ് ആണ്. അതായത് ഫൂട്ടറിൻ്റെ ഭാഗത്തായിരിക്കും അങ്ങനെ പേജ് നമ്പർ വരുന്നത്. റൈറ്റ് കോർണറിലാണ് പേജ് നമ്പർ വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമാറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ പേജസിൻ്റെയും റൈറ്റ് കോർണറിൽ പേജ് നമ്പർ വന്നിരിക്കുന്നത് കാണാം. അടുത്ത ഓപ്ഷൻ എടുക്കാം. അടുത്തത് പേജ് മാർജിൻസ് ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ പേജിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇതാണെങ്കിൽ റൈറ്റ് സൈഡ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് വേർട്ടിക്കലായിട്ടായിരിക്കും ടൈപ്പായി വരുന്നത്. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ വേർട്ടിക്കലായിട്ട് പ്രിൻറ്റിങ് വരും. ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേജ് 1 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ പേജ് 2, പേജ് 3 അങ്ങനെ എല്ലാ പേജസിലും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പേജ് എന്നല്ല, നമുക്ക് മറ്റെന്തെങ്കിലും ആണ് ഇവിടെ കൊടുക്കേണ്ടതെങ്കിൽ അത് നമുക്ക് ചെയ്യാം.
ഇവിടെ പേജ് എന്നുള്ളിടത്ത് മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്തതായിരിക്കും ബാക്കിയുള്ള എല്ലാ പേജസിലും വരുന്നത്. അടുത്ത ഫംഗ്ഷൻ നോക്കാം, കറൻറ്റ് പൊസിഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ കൊടുത്തത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബോട്ടം ഓഫ് പേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് ഓഫ് പേജ് ആണെങ്കിൽ അവിടെ ഓരോ സ്പെസിഫിക് ലൊക്കേഷനുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും, അതായത് ടോപ്പ് ഓഫ് പേജ് ലെഫ്റ്റ് സൈഡിലായിരിക്കും പേജ് നമ്പർ വരുന്നത്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ സെൻറ്റർ പോർഷനിലായിരിക്കും, ടോപ്പിൽ സെൻറ്ററിലായിരിക്കും പേജ് നമ്പർ വരുന്നത്. അങ്ങനെ ഓരോന്നും ഇവിടെ കാണുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്നത്. എന്നാൽ കറൻറ്റ് പൊസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കേഴ്സർ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെയായിരിക്കും പേജ് നമ്പർ ടൈപ്പ് ആകുന്നത്. ഇപ്പോൾ കേഴ്സർ ഇവിടെയാണ് നിൽക്കുന്നത്. എനിക്ക് എല്ലാ പേജസിലും ഒരല്പം റൈറ്റിലോട്ട് മാറിയാണ് പേജ് നമ്പർ വേണ്ടതെങ്കിൽ ഞാൻ ഇപ്പോൾ സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ട് അല്പം റൈറ്റിലേക്ക് വരികയാണ്. ഇവിടെയാണ് എനിക്ക് പേജ് നമ്പർ വേണ്ടതെങ്കിൽ ആദ്യം കേഴ്സർ ഞാനിവിടെ പൊസിഷൻ ചെയ്യുക ഫസ്റ്റ് പേജിൽ, പിന്നീട് പേജ് നമ്പർ സെലക്ട് ചെയ്യുക, അതിനുശേഷം കറൻറ്റ് പൊസിഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും എനിക്ക് ആവശ്യമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യാം. ഇവിടെ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്, കാരണം ഇവിടെ സെൻറ്ററിലോ റൈറ്റ് സൈഡിലോ കാണിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്റ്റൈല് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഏത് സെലക്ട് ചെയ്താലും നമ്മൾ എവിടെയാണോ കേഴ്സർ നിർത്തിയിരിക്കുന്നത് അവിടെയായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് എല്ലാം ലെഫ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യാം. അപ്പോൾ പേജ് 1 ഇവിടെയാണ് വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പിന്നീടുള്ള പേജസിലെല്ലാം ആ പൊസിഷനിലാണ് പേജ് നമ്പർ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പേജ് നമ്പർ സെലക്ട് ചെയ്ത് ഫോമാറ്റ് പേജ് നമ്പേഴ്സാണ്. അതിനകത്ത് കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതുവരെ നമുക്ക് പേജ് നമ്പറായിട്ട് ലഭിച്ചത് 1, 2, 3 എന്നിവയാണ്. അതിന് പകരം ഈ ഒരു ഫോമാറ്റിൽ പേജ് നമ്പർ കൊടുക്കാം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്യുക, പിന്നീട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പേജ് നമ്പറിൻ്റെ ആ ഒരു സ്റ്റൈല് നമ്മൾ അതായിട്ട് സെറ്റ് ചെയ്തു. പിന്നീട് വീണ്ടും പേജ് നമ്പർ സെലക്ട് ചെയ്യുക. പേജ് മാർജിൻസ് ആണോ അല്ലെങ്കിൽ ബോട്ടം ഓഫ് പേജ് ആണോ ടോപ്പ് ഓഫ് പേജ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ടോപ്പ് ഓഫ് പേജ് സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത നേരത്തെ ഇവിടെ വന്നിട്ട് ഫോമാറ്റ് പേജ് നമ്പർ വന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത ആ ഫോമാറ്റാണ് ഇവിടെ എല്ലാ പേജസിലും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അൺഡു ചെയ്യാം. പിന്നീട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ABCD സ്മോൾ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ABCD അതാണ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നതെങ്കിൽ പിന്നീട് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഫോമിലെല്ലാം ഇവിടെയും മാറിയിട്ടുണ്ട്, ABCD എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ABCD അങ്ങനെയായിരിക്കും എല്ലാ പേജസിലും വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുന്നത് മറ്റൊരു ഡോക്യുമെൻറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണെങ്കിൽ, അതായത് ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റ് പേജ് ഒരു 10 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇനി ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് 1 അല്ല വരേണ്ടത്, 11 ആണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് പേജ് നമ്പർ സെലക്ട് ചെയ്ത് ഫോമാറ്റ് പേജ് നമ്പറിനകത്ത് അവിടെ സ്റ്റാർട്ട് അറ്റ് കൊടുക്കുക. സ്റ്റാർട്ട് അറ്റ് ഇപ്പോൾ ഇവിടെ A ആണ് വന്നിരിക്കുന്നത്, കാരണം ഇവിടെ ABCD ആണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്കിപ്പോൾ 1, 2, 3 അല്ലേ വേണ്ടത്, 11 എന്നുള്ളതല്ലേ വേണ്ടത്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് അറ്റ് 11 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പിന്നീട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് ചെയ്ത് വെച്ച ശേഷം പിന്നീട് ഇവിടെ വന്ന് അതിൻ്റെ സ്റ്റൈല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടോപ്പ് ഓഫ് പേജ് കൊടുത്തു. ഇവിടെ 1, 2, 3 എന്നായിരിക്കും കാണുന്നത്. ഇത് അതിൻ്റെ സ്റ്റൈലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് പേജ് നമ്പർ വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 11 ആണ് വന്നത്. പിന്നീട് 12, 13 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 14, 15, 16 അങ്ങനെയാണ് നമ്പറിങ് വന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ 11 എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ 11 എന്ന് തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പേജസിലും വരുന്നത്. നമുക്ക് 11, 12, 13 അങ്ങനെ കിട്ടുകയില്ല. അപ്പോൾ അടുത്ത കമാൻഡ് പേജ് നമ്പറിൽ തന്നെ ഇത് റിമൂവ് ചെയ്യാനാണ്, റിമൂവ് പേജ് നമ്പേഴ്സ്. അതിനായിട്ട് നമുക്ക് ഒന്ന് പേജ് നമ്പർ സെറ്റ് ചെയ്യാം. 1, 2, 3 നമ്മൾ കൊടുത്തു. റിമൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം സെലക്ട് ചെയ്യുക, പിന്നീട് ഡിലീറ്റ് പ്രസ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിമൂവ് പേജ് നമ്പേഴ്സ്. അതുപയോഗിച്ച് നമുക്ക് ഇത് തന്നെ ചെയ്യാം. അതിനായിട്ട് പേജ് നമ്പർ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം, അതിനുശേഷം റിമൂവ് പേജ് നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോഴും പേജ് നമ്പേഴ്സ് എല്ലാം ഒറ്റ ക്ലിക്കിൽ കംപ്ലീറ്റ് ആയി പോയി. ഇനി അടുത്തതായി ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഫൂട്ടറായിട്ട് താഴെ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് നിൽക്കുകയാണ് കേഴ്സർ.
ഇത് റൈറ്റിൽ കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് വരാം. അതും അല്ലെങ്കിൽ ഇവിടെ ഇൻസേർട്ട് അലൈൻമെൻറ്റ് ടാബ് ഉണ്ട്, ഇവിടെ റൈറ്റ് എന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ കേഴ്സർ ഇവിടെ വന്നു. ഇനി നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്യാം. ഇവിടെ ഡേറ്റ് മാത്രമുള്ള ഓപ്ഷനുണ്ട്, ടൈം മാത്രമുള്ളതുണ്ട്, ഡേറ്റ് ആൻഡ് ടൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, പിന്നീട് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് സിസ്റ്റം ഡേറ്റ് ആദ്യം കറക്റ്റ് ചെയ്തിടുക, എന്നിട്ട് വേണം ഈ ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ഡേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. എന്നാൽ ഈ ഡോക്യുമെൻ്റ് എപ്പോഴൊക്കെയാണോ ഓപ്പൺ ചെയ്യുന്നത്, അതായത് ദിവസത്തെ ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയി വരണമെങ്കിൽ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, പിന്നീട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇവിടെ വന്നു. ഇനി നാളെ നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നാളത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഡേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ടൈമും ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി അടുത്തത് ഡോക്യുമെൻ്റ് ഇൻഫോയാണ്. ഇവിടെ ഓതർ നെയിം കൊടുക്കാം, ഫയൽ പാത്ത് കൊടുക്കാം, അതുപോലെ ഡോക്യുമെൻ്റ് ടൈറ്റിൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി, കമ്പനി ഇമെയിലൊക്കെ നമുക്കിപ്പോൾ താഴെ കേഴ്സർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കമ്പനിയുടെ ഇമെയിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്ന് കൊടുക്കണമെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് കമ്പനി ഇമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഹെഡറും ഫൂട്ടറും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ഇമെയിൽ ഇവിടെ എല്ലാ പേജസിലും തന്നിരിക്കുന്നതും കാണാം. ഇനി അടുത്തത് ഫീൽഡാണ്. ഫീൽഡിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ ബാർകോഡ് കൊടുക്കുവാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് അടുത്തത് ക്വിക്ക് പാർട്സ് ആണ്. ക്വിക്ക് പാർട്സ് ഇതുപോലെ തന്നെയാണ്, ഏകദേശം ഡോക്യുമെൻ്റ് ഇൻഫോയിൽ പോലെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് ഇതുപോലെ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ ഇതിൽ കണ്ടത് തന്നെയാണ് ഡോക്യുമെൻ്റ് ഇൻഫോയിൽ. ഇനി അടുത്തത് ബിൽഡിംഗ് ബ്ലോക്സ് ഓർഗനൈസറാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രിഡ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു കവർ പേജിൻ്റെയൊക്കെ ഡിസൈൻ നമുക്ക് ലഭിക്കും. അത് ഇൻസേർട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇൻസേർട്ട് ആകും, പിന്നീട് ക്ലോസ് സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായി പിക്ചേഴ്സ് എന്ന കമാൻഡാണ്. നമുക്ക് ഹെഡറായിട്ടോ ഫൂട്ടറായിട്ടോ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന പിക്ചേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായി പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ പിക്ചറുകൾ എവിടെയാണോ കിടക്കുന്നത് ആ ലൊക്കേഷൻ ഓപ്പൺ ആകും. അഥവാ അങ്ങനെ ഓപ്പൺ ആയില്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ക്രീൻഷോട്ട്സ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത്, അത് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്കിപ്പോൾ വീഡിയോയുടെ ഒരു സിമ്പലുണ്ട്. ഇപ്പോൾ വീഡിയോയെ കുറിച്ചുള്ളതാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നീട് ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ വീഡിയോയുടെ ആ പിക്ചർ ഇവിടെ ഇൻസേർട്ടായി. ഇനി നമുക്ക് ഈ കോർണറിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന ശേഷം മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. പിന്നീട് പുറത്ത് എവിടെയെങ്കിലും വെച്ചൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ പേജിലും ആ വീഡിയോയുടെ സിമ്പിൾ വന്നു. എവിടെയാണോ കേഴ്സർ നിൽക്കുന്നത് അവിടെയായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ കേഴ്സർ ഇവിടെയാണ് നിന്നത്, അതിനുശേഷമാണ് നമ്മളത് സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് പിക്ചർ ഇവിടെ വന്നത്. ഇനി ഫൂട്ടറായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ആദ്യം ഫൂട്ടറിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, പിന്നീട് ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ റിബൺ എന്തിൻ്റെയാണ്, ഹോമിൻ്റെയാണ് കിടക്കുന്നത്. നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ റിബണാണ് വേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, പിന്നീട് പിക്ചർ സെലക്ട് ചെയ്ത് പിക്ചർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത് ഓൺലൈൻ പിക്ചേഴ്സാണ്. നമ്മുടെ സിസ്റ്റം ആദ്യം ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുക, പിന്നീട് ഓൺലൈൻ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓൺലൈൻ പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ ഹെഡറായിട്ടോ ഫൂട്ടറായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ കേഴ്സർ ഇവിടെ നിൽക്കുകയാണ്, ഹെഡറിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഹെഡറിലായിരിക്കും ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പിക്ചർ എടുത്ത് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇത്രയും വലിയ പിക്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പിക്ചറിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ പേജസിലും ആ പിക്ചർ വന്നു. പിക്ചർ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി ഗോ ടു ഹെഡർ, ഗോ ടു ഫൂട്ടർ, പിന്നീട് ഇവിടെയും കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഗോ ടു ഹെഡർ എന്നുള്ള കമാൻഡ് ഇനാക്റ്റീവായി കിടക്കുകയാണ്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഓൾറെഡി ഹെഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് സാധാരണ രീതിയിൽ ഫൂട്ടറിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ മൗസ് സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഈ ബാറിൽ ഡ്രാഗ് ചെയ്യും, എന്നിട്ട് ഫൂട്ടറിൽ വന്നിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഹെഡർ നിൽക്കുകയാണെങ്കിൽ ഫൂട്ടറിലേക്ക് വരണമെങ്കിൽ ഗോ ടു ഫൂട്ടർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫൂട്ടർ നിൽക്കുമ്പോൾ ഹെഡർ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, ഫൂട്ടർ ഇനാക്റ്റീവായി, കാരണം ഓൾറെഡി ഫൂട്ടറിൽ നിൽക്കുകയാണ്.
ഇനി ഗോ ടു ഹെഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെഡറിൻ്റെ ഭാഗത്തേക്ക് വരാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഈ കമാൻഡ്സ് നോക്കാം. അത് കഴിഞ്ഞ് ഈ 2 കമാൻഡ്സ് നോക്കാം. ആദ്യമായി ഡിഫറൻറ്റ് ഫസ്റ്റ് പേജ്. അതായത് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സൊക്കെയുള്ള ഒരു ബുക്കൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പേജിൽ ചാപ്റ്റർ 1, പിന്നീട് ആ ചാപ്റ്ററിൻ്റെ പേരായിരിക്കും കാണുന്നത്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ വരുന്ന പേജസിൻ്റെ ഹെഡറായിട്ട് മറ്റൊരു രീതിയിലായിരിക്കും ഹെഡർ കാണപ്പെടുന്നത്. ചാപ്റ്റർ 1 എന്ന് കൊടുത്തിട്ട് ചാപ്റ്ററിൻ്റെ പേരൊക്കെ അല്പം വലുതായിട്ടൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പേജിൽ മാത്രമായിരിക്കും. അങ്ങനെ ഫസ്റ്റ് പേജിൻ്റെ പ്രോപ്പർട്ടി ആ ഫസ്റ്റ് പേജിന് മാത്രം നിലനിർത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഡിഫറൻറ്റ് ഫസ്റ്റ് പേജ് നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് പേജിൽ കൊടുക്കുന്ന ഹെഡറോ അല്ലെങ്കിൽ ഫൂട്ടറോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പേജസിലൊന്നും വരികയില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതിപ്പോൾ വീഡിയോയെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്കതിന് ഹെഡറിൻ്റെ ആദ്യത്തെ ഫോമാറ്റ് തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചാപ്റ്റർ 1 എന്ന് കൊടുക്കാം. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്കിവിടെ ഇൻട്രൊഡക്ഷൻ ടു വീഡിയോസ് എന്ന് കൊടുക്കാം ആദ്യത്തെ ചാപ്റ്ററായിട്ട്. ഇത് നമുക്കൊന്ന് സെൻട്രലൈസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റൈല് നമ്മൾ സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതാണ്. അത് നമുക്ക് സെൻട്രലൈസ് ഒക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് ഹോം ടാബ് സെലക്ട് ചെയ്ത് ബോൾഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സെൻട്രലൈസ് സെലക്ട് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്കിപ്പോൾ ഈ ഫോണ്ട് സ്റ്റൈൽ കൊടുക്കാം. പിന്നീട് സൈസും ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് പേജിൽ മാത്രമേ വന്നുള്ളൂ, പിന്നെയുള്ള പേജസിലൊന്നും വന്നിട്ടില്ല. ഇതേപോലെ തന്നെ ഈ ഫസ്റ്റ് പേജ് നമുക്ക് ഫൂട്ടറും കൊടുക്കാം. ഫൂട്ടറായിട്ട് നമുക്ക് പേജ് നമ്പർ തന്നെ കൊടുക്കാം. നമുക്ക് താഴെ ഇവിടെ നടുക്കായിട്ട് വരുന്ന ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഹോം ടാബാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിബൺ ഓപ്പൺ ആകും. ഇവിടുന്ന് ഫൂട്ടർ സെലക്ട് ചെയ്തുകൊണ്ട് പേജ് നമ്പർ സെലക്ട് ചെയ്യാം. അതല്ല പേജ് നമ്പർ വേണമെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ടും ബോട്ടം ഓഫ് പേജ് സെലക്ട് ചെയ്ത് പേജ് നമ്പറിൻ്റെ സ്റ്റൈൽസ് ഇതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പേജ് 1 മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് പേജ്, തേർഡ് പേജ് അതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഹെഡറും ഫൂട്ടറും കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ വരുന്ന പേജസിൽ, അതായത് ഓഡ് നമ്പേർഡ് പേജസിലൊക്കെ നമുക്ക് ഈ ബുക്കിൻ്റെ പേര് കൊടുക്കാം. ഹെഡറായിട്ട് മുകളിൽ ചെറിയ ഒരു റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരത്തക്ക ഇത് കൊടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള പേജസിൽ ടോപ്പിൽ ഈ ചാപ്റ്ററിൻ്റെ പേരും കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ടാബ് സെലക്ട് ചെയ്യുക. പിന്നീട് ഡിഫറൻറ്റ് ഓഡ് ആൻഡ് ഈവൺ പേജസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈവൺ പേജ് ഹെഡർ, അടുത്ത പേജിൽ ഓഡ് പേജ് ഹെഡർ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈവൺ പേജായിട്ട് വരുന്നത് 2, 4, 6, 8 എന്നുള്ള വരുന്ന പേജസ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പേജസ് നമുക്ക് ഈ ബുക്കിൻ്റെ പേര് തന്നെ കൊടുക്കാം. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് എ ബുക്ക് ഓൺ വീഡിയോസ് എന്നാണെന്നിരിക്കട്ടെ. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. അതിനായി ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിത് റൈറ്റ് അലൈൻഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇൻസേർട്ട് അലൈൻമെൻറ്റ് ടാബ് സെലക്ട് ചെയ്ത് റൈറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ടൈപ്പ് ചെയ്യാം എ ബുക്ക് ഓൺ വീഡിയോസ് എന്ന്. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഹെഡർ ഈവൺ പേജസിലെല്ലാം വന്നിട്ടുണ്ട്. ഓഡ് പേജ് ആയതുകൊണ്ട് ഇതിനകത്ത് വന്നിട്ടില്ല. ഈവൺ പേജാണിത്, അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഈവൺ പേജിലും വന്നിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? ഇവിടെ ഫൂട്ടർ കൊടുക്കാം. അപ്പോൾ ഇത് ഈവൺ പേജാണ്. ഈവൺ പേജിൻ്റെ ഫൂട്ടറായിട്ട് നമുക്ക് പേജ് നമ്പർ 2 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേജ് നമ്പർ സെലക്ട് ചെയ്ത് ബോട്ടം ഓഫ് പേജ് സെലക്ട് ചെയ്ത് താഴെ നിന്നും ഈ സെയിം സ്റ്റൈൽ നമുക്ക് എടുക്കാം. അപ്പോൾ 2 എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡിഫറൻറ്റ് ഓഡ് ആൻഡ് ഈവൺ പേജസ് എന്നുള്ള പ്രോപ്പർട്ടിയിലാണ് കിടക്കുന്നത്. ഈവൺ പേജിൽ മാത്രമേ നമ്പറിങ് വരത്തുള്ളൂ. 3 അടുത്ത് ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കുകയാണ്. അത് പിന്നീട് നമുക്ക് കൊടുക്കാം. 2 കഴിഞ്ഞടുത്തത് 3 കഴിഞ്ഞ് 4 വരേണ്ട അടുത്ത് 4 വന്നിട്ടുണ്ട്. 5 ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അതുപോലെ 6ഉം വന്നിട്ടുണ്ട്. ഇവിടെ താഴെ 7th ഒരു പേജും ഉണ്ട്, അതിനകത്തും വന്നിട്ടില്ല ഓഡ് പേജ് ആയതുകൊണ്ട്. നമുക്കിവിടെ ലെഫ്റ്റ് പേജ് കൊടുത്തത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊണ്ടുപോകാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് അലൈൻമെൻറ്റ് ടാബ് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് കൊടുക്കുക. പിന്നീട് ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എ ബുക്ക് ഓൺ വീഡിയോസ് എന്ന്. ഇപ്പോൾ ലെഫ്റ്റ് പേജിൽ ലെഫ്റ്റ് സൈഡ് വന്നു. താഴെയുള്ള ഈവൺ പേജസിലും എല്ലാം അങ്ങനെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഓഡ് പേജ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓഡ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5, 7 അങ്ങനെ വരുന്നതാണ് ബുക്കിൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇൻസേർട്ട് അലൈൻമെൻറ്റ് ടാബ് എടുത്തിട്ട് നമുക്കിപ്പോൾ റൈറ്റ് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക.
അപ്പോൾ കേഴ്സർ അവിടെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ 7 പേജസിലും ഈ ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ ടു വീഡിയോസ് എന്ന്. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഓൾ പേജസിൻ്റെയും ഹെഡറായിട്ട് ഇൻട്രൊഡക്ഷൻ ടു വീഡിയോസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജിന് നമ്പർ കൊടുക്കണം. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പേജ് നമ്പറിലേക്ക് പോവുക, ബോട്ടം ഓഫ് പേജ് സെലക്ട് ചെയ്യുക, ഈ സ്റ്റൈൽ തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂഷനായിട്ട് 2 കഴിഞ്ഞ് 3 എന്ന് തന്നെ വന്നിട്ടുണ്ട്. താഴേക്ക് പോകുമ്പോൾ ഇവിടെ 4 നേരത്തെ ഉണ്ടായിരുന്നു, 5 ഇപ്പോൾ വന്നു, 6 നേരത്തെ ഉണ്ടായിരുന്നു, 7 ഇപ്പോൾ വന്നു. ഇപ്പോൾ ഈ ഗ്യാപ്പ് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫൂട്ടറിൻ്റെയും ഈ താഴെ നിന്ന് മുകളിലോട്ടുള്ള ഈ ഗ്യാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാനായി മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഹെഡർ ഫ്രം ടോപ്പ്. ഈ ഗ്യാപ്പ് കൂട്ടണമെങ്കിൽ മുകളിലോട്ടുള്ള ആരോ ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഗ്യാപ്പ് കൂടിക്കൂടി വരും. കുറയ്ക്കാനാണെങ്കിൽ താഴെയുള്ള ആരോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ കുറഞ്ഞു വരും. നമുക്ക് ആവശ്യമുള്ള ലെവലാകുമ്പോൾ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫൂട്ടറിൻ്റെ കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് ആദ്യം ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് ഫൂട്ടർ ഫ്രം ബോട്ടം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഗ്യാപ്പ് കൂട്ടാനാണെങ്കിൽ മുകളിലുള്ള ആരോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്യാപ്പ് കൂടി, കുറയ്ക്കാനാണെങ്കിൽ താഴെയുള്ള ആരോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്യുക, പിന്നീട് ഹോമിൽ പോവുക. ഇപ്പോൾ ഇവിടെ വേറെയും ഫോണ്ട് സ്റ്റൈൽസ് ഉണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്, നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഇതിലോട്ട് പോയി വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നേ ഉള്ളതിലേക്കും വന്നു. നമുക്കിപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഡോക്യുമെൻറ്റ് മാത്രമായിട്ടൊന്ന് നോക്കാം. അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗം ആക്റ്റീവായി. എപ്പോഴും ഈ ഹെഡറും ഫൂട്ടറും ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗം ഇനാക്റ്റീവ് ആയിരിക്കും. ഹെഡറും ഫൂട്ടറുമായിട്ട് കൊടുക്കുന്നത് അല്പം പെയിൽ കളറിലായിരിക്കും വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ കളർ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ കളർ ഇച്ചിരി കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാം. ഇതൊന്ന് സെലക്ട് ചെയ്ത് ഹോം സെലക്ട് ചെയ്ത് ഇപ്പോൾ ഈ ബ്ലൂവിൻ്റെ തന്നെ ഇപ്പോൾ ഈ ബ്ലൂ ആണ് കിടക്കുന്നത്, അപ്പോൾ അതിൻ്റെ തന്നെ ഇച്ചിരി ഡാർക്കായിട്ടുള്ള കളറൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹെഡറിനും ഫൂട്ടറിനും ഒക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ്. 1 by 1 ആയി കാണാനാണെങ്കിൽ നമുക്ക് ഈ സൂം ലെവൽ 100% സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഡോക്യുമെൻ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആദ്യം ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു വീഡിയോസ് എന്ന് വന്നു, പിന്നീട് അവിടെ പേജ് നമ്പർ വന്നു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പേജസിൽ എ ബുക്ക് ഓൺ വീഡിയോസ് എന്ന് കാണും. റൈറ്റ് സൈഡിൽ കാണുന്ന പേജസിലെല്ലാം ഈ ചാപ്റ്ററിൻ്റെ പേരും കാണും. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പേജാണ്. പേജ് നമ്പറും ഇവിടെ ഫസ്റ്റ് പേജ് കഴിഞ്ഞിട്ട് അടുത്തത് 2 എന്ന് വന്നു, പിന്നീട് 3 എന്ന് വന്നു. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പേജ്, അവിടെ ഈ ബുക്കിൻ്റെ പേര് വന്നു. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാപ്റ്റർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അസൈൻമെൻറ്റ്സ് ചെയ്യാനും ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷനുമൊക്കെ MS വേർഡിൽ ഈ ഫംഗ്ഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.